വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ചെയ്യാൻ പറഞ്ഞൊരു വീഡിയോ ആണ്. അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സെലക്ട് 1, അതായത് എന്താ ഹൂനോസ് മീ ബെച്ചറും ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ച്. അപ്പം മെജോറിറ്റി വന്നത് ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചാലഞ്ചിൻ്റെ പേരാണ് ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ച്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ചാലഞ്ചിൽ ഇന്നുള്ളത് അനിമോളും അനുമോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ മേടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ 3 ബിരിയാണി മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പപ്പടം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാലഞ്ച് എന്തുവാന്ന് ഇവള് പറഞ്ഞു തരും. അപ്പോൾ ആവശ്യമുള്ള ബിരിയാണി മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് പ്ലേറ്റിലോട്ട് ഇട്ട് കഴിച്ചാൽ മതി. കാരണം വെച്ചാൽ വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പം ആർക്കാണോ ഏറ്റവും കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ പേപ്പറിൽ വരുന്നത് അവരായിരിക്കും ഒബ്വിയസ്ലി വിനർ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബിരിയാണി. അപ്പോൾ ഇതാണ് അമ്മയുടെ ബിരിയാണി. ഓരോരുത്തരെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ബിരിയാണിക്കകത്ത് സാലഡും അച്ചാറും പിന്നെ പപ്പടം അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഒക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ പേപ്പറിലുള്ള ബാലൻസ് റൈസ്. ഞാൻ ഫസ്റ്റിലെ ചിക്കൻ കഴിക്കത്തില്ല. ഇതൊക്കെ കുറേയൊക്കെ ചിക്കനാണ്. ഇതും ചിക്കൻ അതൊക്കെ ഫുള്ള് റൈസ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ലേറ്റായിട്ടാണ് രാവിലെ കഴിച്ചത്. ആൻഡ് ഇതാണ് അമ്മയുടെ ബാലൻസ് റൈസ് വന്നിട്ട് ഇത്രയാണുള്ളത്. ആൻഡ് ഇതാണ് അഞ്ജുവിൻ്റെ ബാലൻസ്. അഞ്ചു നല്ല പുള്ളിയാ ഗൈസ്. അങ്ങനല്ല, കുറെ സ്ഥലത്തൊക്കെ പോയി വെയിലത്താ വന്നത്. പിന്നെ അപ്പം അമ്മ ദാഹിച്ച് പോയി. വെയിലറിയാമല്ലോ, അപ്പൊ ദാഹിച്ച് പോയി. പിന്നെ വിശക്കുന്നായിരുന്നു. ഇച്ചിരി കഴിച്ചോളൂ, ഞാൻ ഇത്രയും കഴിച്ചു. അമ്മ എത്രയൊക്കെ ബേസിക്കലി ചോറ് അധികം കഴിക്കാറില്ല ഇപ്പം. ഞാൻ സാധാ ചോറ് കഴിക്കാറില്ല, ബിരിയാണി കഴിക്കാറുണ്ട്. എനിക്ക് പക്ഷേ ഞാൻ രാവിലെ ലേറ്റായിട്ട് കോൺഫ്ലെക്സാണ് കഴിച്ചതെങ്കിൽ പോലും എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ഇത്രയും കഴിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ ഫസ്റ്റിൽ ഞാൻ രാവിലെ ഭയങ്കര ലേറ്റായിട്ടാണ് കഴിച്ചത്. കോൺഫ്ലെക്സാണ് കുടിച്ചത് എങ്കിൽ പോലും എനിക്ക് പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു. പിന്നെ അമ്മ ഇപ്പം ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് ഇപ്പം അമ്മ കഴിക്കാറുള്ളൂ, റൈസൊക്കെ. അതുകൊണ്ട് അമ്മയും തോറ്റു, ഞാനും തോറ്റു. സോ എനിക്ക് തോന്നുന്നു അമ്മയെക്കാളും കുറച്ചുകൂടെ കൂടുതൽ എനിക്കുണ്ടെന്ന് തോന്നുന്നല്ലേ? അല്ല, ഞാനത് കൂട്ടി വെച്ചിരിക്കുക. ഞാനും കൂട്ടാം.
ഞാൻ ഒരു പീസ് ചിക്കൻ കഴിച്ചു, നീ ഒട്ടും കഴിച്ചില്ലല്ലോ ചിക്കൻ. എന്നാലും തൊണ്ട് അമ്മയ്ക്കാ കുറവ്. എനിവേസ് ഇതിനകത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ, സോ ഏറ്റവും കൂടുതൽ ബാലൻസ് വന്നിരിക്കുന്നതാണ് ഇതിനകത്താണ്, അതായത് അവന്തികയുടെ പൊതിയിലാണ്. ആൻഡ് ഇതാണ് നീന ഗോപകുമാറിൻ്റെ ബാലൻസ് എമൗണ്ട് ഓഫ് റൈസ്. ആൻഡ് ഇതാണ് വിന്നർ ഓഫ് ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ച്. എൻ്റെ മോക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ബിരിയാണി ചാലഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇങ്ങനെ അഞ്ചു ഇപ്പം മിക്കവാറും ഇനിയിപ്പോൾ എല്ലാ ദിവസവും ബിരിയാണി ചാലഞ്ച് ആയിരിക്കും. യു ആർ ദ വിന്നർ. വിന്നറിന് ഐസ്ക്രീം, വിന്നറിന് ഒരു ഫാമിലി പാക്ക് മേഴ്സലീസിന്റെ മാംഗോ ഐസ്ക്രീം, അതുപോലെ തന്നെ ഒരു ഡയറി മിൽക്ക് ചോക്ലേറ്റ്. ഞാനാണപ്പോ ലൂസർ. അല്ല, ഞാൻ തേർഡ് ആൻഡ് അമ്മ സെക്കൻഡ്. സെക്കൻഡിന് ഒരു കാഡ്ബറീസ് ഡയറി മിൽക്ക് ഉണ്ട്, അൽഫോൺസോ മാംഗോ ഇല്ല, മാംഗോ ഒന്നുമില്ല. തേർഡിന് ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല ഗൈസ്. സോ ഗൈസ് ഫൈനലി ഞാൻ തന്നെ വിന്നറായി. കാരണം ഞാൻ സാധാരണ ഇത്രയും കഴിക്കാറില്ല. അല്ല ആണ് ചെലപ്പം വിന്നറിനുള്ള പ്രൈസുമായിട്ട് ഞാൻ വന്നു. വിന്നറിന്റെ പ്രൈസുമായിട്ട് വന്നു. മേഴ്സലീസിന്റെ അൽഫോൺസോ മാംഗോയുടെ ഒരു ഫാമിലി പാക്കും, അതുപോലെ തന്നെ ഡയറി മിൽക്കിന്റെ 2 ചോക്ലേറ്റ്സും. ഇതാണ് വിന്നർ. എടുത്തോ. തണുപ്പ് തണുപ്പ്. ഡയറി മിൽക്കിന്റെ ഒരു ചോക്ലേറ്റ്. താങ്ക് യു. പിന്നെ മനസാക്ഷിയുടെ പുറത്ത് തേർഡ് വിന്നറിനാവുന്ന കൊടുക്കുക. മനസാക്ഷിയുടെ പുറത്തല്ല, വാങ്ങിച്ചോണ്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ഭൂകമ്പം നടക്കും. ഇത് എടുക്കാനുള്ള ബൗൾ എടുത്തോണ്ടോ അനിക്കുട്ടി? യെസ്. വേണ്ട, അനിക്കുട്ടി ബൗളിലോട്ടാക്കുക കേട്ടോ. മമ്മി സ്കൂപ്പർ വാങ്ങിക്കാൻ മറന്നുപോയി. സ്കൂപ്പർ ഉണ്ടായിരുന്നു ഇവിടെ, ഉണ്ടായിരുന്നു. പിന്നോടെ പോയി. വിന്നറിന് ഇച്ചിരിയും കൂടെ വേണടേ, ഇച്ചിരി കൺസിഡറേഷൻ ഒക്കെ കൂടെ വിന്നറിന്. വിന്നർ ആക്ച്വലി വിൻ ചെയ്തത് ഇത്രയും വിചാരിച്ച് ഇപ്പൊ അത്രയും കഴിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച കുറച്ചിട്ടത്. അപ്പൊ വിന്നർ കഴിച്ച് വയറ് നിറച്ചിരിക്കുമ്പോ ഇനിയും ഐസ്ക്രീം കൂടെ ഐസ്ക്രീം കഴിക്കുമ്പോ നമുക്ക് നമ്മളെ വയറ് നിറഞ്ഞായിട്ട് നമുക്ക് തോന്നത്തില്ല. തോന്നല്ല, തോന്നും ഗൈസ്. അപ്പം നമ്മൾ ഐസ്ക്രീം ഒക്കെ എല്ലാം ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അനിമോൾ എനിക്ക് കൊണ്ടുതരും എൻ്റെ ഐസ്ക്രീം. എൻ്റെ അനിക്കുട്ടി ആദ്യം ഇങ്ങ് പോരട്ടെ വിന്നർ. ഗൈസ്, നിങ്ങൾ വിചാരിക്കാൻ എനിക്ക് ഭയങ്കര ആക്രമം തോന്നുന്നു. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. അനുവിൻ്റെ ഐസ്ക്രീം ഇച്ചിരി ഉള്ളു, ബിക്കോസ് അനു ഈസ് തേർഡ്. ഓക്കെ, സോ നമുക്ക് ഐസ്ക്രീം അൽഫോൺസോ മാംഗോ കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ചോക്ലേറ്റ് മേടിക്കാം, പിന്നെ അവിടെ ചോക്ലേറ്റ് ഇല്ലായിരുന്നു. അത് മാത്രമല്ല ഇവിടെ ആർക്കും ഇഷ്ടമല്ല, എനിക്ക് മാത്രമേ ചോക്ലേറ്റ് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ മാംഗോ എടുത്തു. മേഴ്സലീസിന്റെ എല്ലാം സൂപ്പറാ, അടിപൊളി കേട്ടോ, സൂപ്പർ. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഒരു വികാരമില്ലാത്തൊരു വികാരമില്ലാത്ത ജീവിയാട്ടോ. അനിക്കുട്ടി ഐസ്ക്രീം കഴിക്കുന്നു. ഏ കൊള്ളാമോ? ഏറ്റവും കുറച്ച് ഞാനാ എടുത്തു. കാര്യം ഡയബറ്റീസ് ഉണ്ട്, ഇൻസുലിനും പ്ലസ് ഗുളിക എല്ലാം ഉണ്ട്. സോ ഫൈനലി നമ്മുടെ ഈറ്റിംഗ് ചാലഞ്ചും വിന്നറിനുള്ള പ്രൈസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു നമ്മൾ. അപ്പം വീണ്ടും ഇതുപോലെ ഞാൻ കമ്മ്യൂണിറ്റി ഇടുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ പറയുന്ന ചാലഞ്ചസ് എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ച് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫസ്റ്റ്, അമ്മ സെക്കൻഡ്, അനു തേർഡ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ വ്ളോഗ്. ബൈ.